അതേപോലെ ഇന്ദിരാഗാന്ധി ഈ ടൈമിലാണ് ഒരു ഇത് നടത്തുന്നുണ്ട്, മീറ്റിംഗ് പല സ്ഥലങ്ങളിലും. 81 ലാലാ ജഗത് നാരായണ മരിച്ച ശേഷം മിസ്സസ് ഗാന്ധി വന്നിട്ട് കുറച്ചുകൂടെ നമ്മൾ എന്താ പറയുക, കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടി കുറേ മീറ്റിംഗ് നടത്തി അവിടെ. അത് ലുധിയാനയിൽ ഒരു മീറ്റിംഗ് നടന്നു. ആ ലുധിയാന മീറ്റിംഗ് വേണ്ടി എന്നെ അസൈൻ ചെയ്തു. ഇതേപോലെ 4 മണിക്ക് പോകണമായിരുന്നു, ഏർലി മോർണിംഗ് 4 മണിക്ക്. അപ്പോൾ ഞാനെല്ലാം തലേ ദിവസം പോയി ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ചു. അന്നും ഫിലിം ക്യാമറ ആണ്. അപ്പോൾ ആ എല്ലാ ക്യാമറയൊക്കെ നൈറ്റ് തന്നെ ചെക്ക് ചെയ്ത് സൗണ്ട് റെക്കോർഡിങ് റെഡി, എല്ലാം റെഡി. നമ്മൾ രാത്രി ചെക്ക് ചെയ്തിട്ട് 4 മണിക്ക് എന്നെ പിക്കപ്പ് ചെയ്യണം ഡ്രൈവർ 4 മണി ഞാൻ വെളിയിൽ വന്ന് നിൽക്കുകയാണ് ഗേറ്റിൻ്റെ മുമ്പ്, എൻ്റെ വീട്ടിലെ താമസ സ്ഥലത്തിൽ. വന്നില്ല, 5 മണിക്ക് ഡ്രൈവർ വന്നു. സോറി സാർ, ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു മിസ്സസ് ഗാന്ധിയുടെ കവറേജാണ്, നമ്മൾ ലുധിയാന വരെ യാത്ര ചെയ്യണം, പെട്ടെന്ന് പോകും പറഞ്ഞിട്ട് വിട്ട് അങ്ങനെ ക്യാമറ ഒക്കെ എടുത്തിട്ട് ഭയങ്കര ടെൻഷനായി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ ലാസ്റ്റ് ഡേ ജോലി പോകുന്ന ദിവസം അതാണ്. കാരണം അന്ന് ഒരേ ഒരു ക്യാമറ അല്ലേ ഉള്ളൂ, ഒരു ടെലിവിഷനേ ഉള്ളൂ, ദൂരദർശൻ. ഒരു ക്യാമറവേ പോകും, മൾട്ടി ക്യാമറ ഒന്നും പോകത്തില്ല. അപ്പോൾ ആ ക്യാമറാമാൻ തന്നെ എല്ലാം ഇൻചാർജ് ആയിരിക്കും. അന്ന് റിപ്പോർട്ടറിനൊരു പോസ്റ്റേ ഇല്ല. ആക്ച്വലി റിപ്പോർട്ട് ചെയ്യുന്നതും ക്യാമറാമാൻ്റെ ചുമതലയാണ്, കംപ്ലീറ്റ് സ്റ്റോറി കൊണ്ടു കൊടുക്കണം. അപ്പോൾ എൻ്റെ ഡിലേ ആവും, എന്നെയാണ് ഫസ്റ്റ് സസ്പെൻഡ് ആവുമെന്ന് എനിക്കറിയാം. ആ സമയത്തിലാണ് ഞാൻ ഭയങ്കര എന്താ പറയുക, അപ്സെറ്റായിപ്പോയി. ഈ സർദാർജിയെ വഴക്കും പറയാൻ പറ്റില്ല, കാരണം ഈസ് വെരി ഏജ്ഡ് പേഴ്സൺ. ഞാൻ ഓൺലി 26 ഇയേഴ്സ്, അയാൾ ഒരു 40-50 വയസ്സുണ്ട്. എന്താ പ്രാജി ക്യൂ ലേറ്റ് പോകിയാൽ മാത്രം ചോദിച്ചു. ഞാൻ പോകുന്ന വഴിക്ക് നമ്മൾ തൊട്ട് 1 കിലോമീറ്റർ മുമ്പ് വെച്ചിട്ട് ടയർ ഭയങ്കര ഷേക്കായപ്പോൾ ഒരു ഡൗട്ടായി, എന്ത് പറ്റി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. പുള്ളി പോയി. പിന്നെ ഒരു 1/4 കിലോമീറ്റർ അതിന് മുമ്പ് ഒരു ജസ്റ്റ് 1/2 കിലോമീറ്റർ 1/4 കിലോമീറ്റർ മുമ്പ് വെച്ച് പഞ്ചറായി പോയി. ഇയാളുടെ സ്റ്റെപ്പണിയില്ല, ഇടാനും പറ്റില്ല. അവിടെ ഇരുന്ന് ഞാൻ ക്യാമറ എടുത്തിട്ട് ഒരു ഓട്ടമാണ്. അവിടെ ഓടി സ്റ്റേഡിയത്തിലെത്തി. അവിടെ എന്നെ പോലീസ് വിടുന്നില്ല. പിന്നെ എവിടെയോ ഒരു സ്പേസ് കിട്ടിയപ്പോൾ ഞാൻ ചാടി അകത്തേക്ക് കയറി. എൻ്റെ കൂടെ സൗണ്ട് റെക്കോർഡിസ്റ്റും ഓടി വരുന്നു, എൻ്റെ അസിസ്റ്റൻറ്റും ഓടി വരുന്നു, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. ഓടി വന്ന് ഞങ്ങൾ സ്റ്റേജിൻ്റെ ബാക്കിലെത്തി. അവിടെ മിസ്സസ് ഗാന്ധി സ്പീച്ച് തുടങ്ങിപ്പോയി. അപ്പോൾ തീർന്ന്, കാരണം താഴെ നിന്ന് എടുക്കാൻ പറ്റില്ല, കാരണം ഇത് 40 ഫീറ്റ് ഹൈറ്റുള്ള സ്റ്റേജാണ്. താഴെ എവിടെയെങ്കിലും സ്പേസും ഇല്ല, ഇരുന്ന് ഷൂട്ട് ചെയ്യാനുണ്ട്. വെരി ലോ ആംഗിളായിരിക്കും, വളരെ വൃത്തികേട ഒരു ഇമേജായിരിക്കും. സോ ഡൽഹിയിൽ നിന്ന് ക്യാമറ നോർമലി പ്രൈം മിനിസ്റ്റർ വരുമ്പോൾ ഒരാൾ അക്കോമഡേറ്റ് ചെയ്യും. പക്ഷേ അന്ന് 2 ദിവസം മുമ്പേ പറഞ്ഞിരുന്നു ഡൽഹി ക്യാമറാമാൻ വരുന്നില്ല, ജലന്ധർ ക്യാമറാമാനാണ് കവർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ബാക്കിലിരുന്ന് SSP എന്ന് പറയുന്ന സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ പോയി ചോദിച്ചു, സർ ഐ ഹാവ് ടു ഗോ അപ്പ്. പുള്ളി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ജോലി പോകും സർ, എന്നെ വിട്ടേക്ക് സർ, മേളിലെ പോകുന്നു. അപ്പോൾ സൗണ്ട് റെക്കോർഡിസ്റ്റ് പറഞ്ഞു സ്പീക്കറിൽ നിന്ന് റെക്കോർഡ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ അദ്ദേഹം വിടുന്നില്ല. ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, പുള്ളിക്ക് അത് എത്ര സീരിയസ്നെസ് മനസ്സിലായോ എന്തോ, എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ജോലി പോകും, അതുകൊണ്ട് ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. ആ സമയത്തിലാണ് എനിക്ക് ഒരു സെക്കൻഡിൽ അവിടെ ക്രൗഡിൽ എന്തോ പാനിക് സിറ്റുവേഷൻ ഉണ്ടായി, സ്റ്റേജിൻ്റെ ബാക്കിൽ. ഞാനപ്പം പുള്ളിയെടുത്ത് കാണിച്ച് ഡൈവേർട്ട് ചെയ്ത്, സർ സംതിങ് ഈസ് ഹാപ്പനിങ് ദെയർ എന്ന് പറഞ്ഞപ്പം പുള്ളി ഉടനെ റിവോൾവർ എടുത്തിട്ട്, കാരണം ഇതെല്ലാം ടെററിസം തുടങ്ങിയ കാലഘട്ടമാണ്. പുള്ളി കയ്യിൽ നിന്ന് റിവോൾവർ എടുത്തിട്ട് ഫ്രണ്ടിൽ മൂവ് ചെയ്തപ്പോൾ ഞാൻ സ്റ്റേജിലെ ബാക്കിൽ കൂടി കയറി പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റായിട്ട് കയറിപ്പോയി. ട്രൈപ്പോഡും ഉണ്ടായിരുന്നു, ട്രൈപ്പോഡ് താഴെ തന്നെ ഇട്ടിട്ട് ഞാൻ മാത്രം ക്യാമറ എടുത്തിട്ട് ഓടി മേളിൽ പോയി കതച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഇരുന്ന് പ്രൈം മിനിസ്റ്ററുടെ പേഴ്സണൽ ഗാർഡ് 2 പേരെ എന്നെ കൈ കാണിച്ചുകൊണ്ടിരിക്കുക, താഴെ പോകും. ഞാൻ സ്റ്റേജിലെത്തി, മേളിൽ 40 ഫീറ്റ് സ്റ്റേജാണ്. അങ്ങനെ കതച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ 2 പേരെ എന്നെ വാൺ ചെയ്തുകൊണ്ടിരിക്കുക, ഗെറ്റ് ഔട്ട്. പക്ഷേ ഞാൻ പോകില്ലല്ലോ, ഡെഫിനറ്റ്ലി എൻ്റെ ജോലിയാണ് എൻ്റെ പ്രശ്നം. ഞാൻ തിരിച്ച് ചെന്നൈയിൽ പോയാൽ ജോലി ഇല്ലാതാവും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കിതച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രീത്തിങ് നിൽക്കുന്നില്ല. ഞാൻ കൺട്രോൾ ചെയ്യുന്നു, പക്ഷേ നിൽക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ബാക്കിലിരുന്ന്. പക്ഷേ മിസ്സസ് ഗാന്ധി ഇവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ ബാക്കിലാണ് നിൽക്കുന്നത്. ആക്ച്വലി ഇതാണ് ക്യാമറമാൻ്റെ സ്പേസ്. എപ്പോഴും എല്ലാ സ്റ്റേജിലെയും നമുക്കൊരു സ്പേസ് ഉണ്ടാകും, ആ സ്പേസിൽ എനിക്ക് എത്താൻ പറ്റില്ല. അപ്പോഴാണ് മിസ്സസ് ഗാന്ധി എന്തോ സ്മെല്ല് ചെയ്തോ, എങ്ങനെ മനസ്സിലാക്കിയെന്നറിയില്ല, ഇങ്ങനെ മൈക്ക് അവരുടെ സ്റ്റാൻഡോടെ ഇരുന്ന് സൈഡിലേക്ക് അവർ മാറുകയും
എൻ്റെ ക്യാമറ ഒരു സെക്കൻഡ് കണ്ട ശേഷം പുള്ളിക്കാരി ഇങ്ങനെ മാറി മാറി സ്പീച്ചിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് മാറുക, ഞാൻ ഇങ്ങോട്ട് മാറുക, ഫുള്ളായിട്ട് കിതച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. താഴെ സൗണ്ട് റെക്കോർഡിസ്റ്റ് പുള്ളി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു ഇൻസിഡൻ്റ് ഉണ്ടായി, ഷൂട്ട് ചെയ്ത്. പിന്നെ അവിടെ തന്നെ സ്റ്റക്കായി. മിസ്സസ് ഗാന്ധി ഇറങ്ങിപ്പോകുമെന്ന് പറയാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കവറേജ് കിട്ടി, പക്ഷേ പകുതിയിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്, പക്ഷേ ജോലി പോയില്ല. പഞ്ചാബിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കുറേ ഇത് ഇങ്ങനെ ഇൻസിഡൻ്റ് അല്ലാതെ കുറേ നല്ല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല ഡോക്യുമെൻ്ററി ചെയ്യാൻ പറ്റി, നല്ല ടെലിവിഷൻ സീരിയൽസ് ചെയ്യാൻ പറ്റി. സീരിയൽസും പറയുന്ന അന്നൊക്കെ 10 എപ്പിസോഡ്, 13 എപ്പിസോഡ്, അല്ലെങ്കിൽ 3 എപ്പിസോഡ്, 4 എപ്പിസോഡ്, ഇങ്ങനെ ഷോർട്ട് സീരിയൽസ് ആയിരിക്കും. പക്ഷേ എല്ലാം ഡെപ്തുള്ള കഥകളായിരിക്കും. അതിൽ ഒരു ഫിലിം എനിക്ക് മറക്കാൻ പറ്റാത്തത് ചിട്ടാലോഗ് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ്. അതെന്താണെങ്കിൽ ആ സ്റ്റോറി ബേസ് എന്താണെങ്കിൽ നമ്മുടെ പാർട്ടീഷൻ ആയപ്പോൾ 1947 പാർട്ടീഷനായി പാകിസ്ഥാൻ ഇന്ത്യ സെപ്പറേറ്റ് ആയ ശേഷം ജനങ്ങൾ മൊത്തം കൺഫ്യൂഷൻ. ഈ ബോർഡറിലിരുന്നവർ, നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് അത് തോന്നിക്കാണില്ല, ബോർഡറിലിരിക്കുന്നവർക്ക് എവിടെ സെറ്റിൽ ചെയ്യണമെന്ന്. മുസ്ലിംസ് അവർ വിചാരിച്ചു നമ്മൾ പാകിസ്ഥാൻ പോകണോ ഇവിടെ ഇരിക്കണമെന്ന്. ഹിന്ദുസ്, അവിടുത്തെ ഉള്ള ഹിന്ദുസ് ഇവിടെ വരണോ ആകെ മൊത്തം കൺഫ്യൂഷൻ. കാരണം ഇവർ സ്ഥലം വിട്ടു പോയാൽ തിരിച്ച് അവിടെ പോയാൽ സ്ഥലം കിട്ടുമോ, ഇവർക്ക് അവിടെ പോയാൽ അവിടെ കിട്ടുമോ, ഒരേ മൊത്തം കൺഫ്യൂഷനായിരിക്കുമ്പോഴാണ് എന്തൊക്കെ സംഭവിച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറേ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഈ നടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന എമോഷണൽ ഫീലിങ്സ് വെച്ചിട്ടാണ് ഒരു ഫിലിം ചെയ്ത്. അത് മൊത്തം ടോട്ടൽ ലെങ്ത് 2 hours ഉണ്ടായിരുന്നു. 2 എപ്പിസോഡായിട്ട് കാണിച്ചത്. വൈറ്റ് ബ്ലഡ് എന്ന് അത് ടൈറ്റിലുണ്ടായിരുന്നു. ഗുൽഷൻ എന്ന് പറയുന്ന ആളാണ് ഡയറക്റ്റും ചെയ്തത്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് റിസൾട്ട് കിട്ടി. അത് വളരെ എന്താ പറയുക, ഇതിൻ്റെ പാകിസ്ഥാൻ ഓഡിയൻസും അന്ന് പാകിസ്ഥാൻ ടെലിവിഷനിലെ ഇത്ര പോപ്പുലറില്ല. ജലന്ധർ ടെലിവിഷനായിരുന്നു ഈ ബോർഡറിലുള്ള എല്ലാ പാകിസ്ഥാനിയും കാണാൻ പറ്റിയ ഒരു ടെലിവിഷനായിരുന്നു, ഇന്ത്യൻ ടെലിവിഷൻ. അപ്പോൾ ഇത് ടെലികാസ്റ്റ് ആയപ്പം അവിടെ ഭയങ്കര എമോഷണലായിട്ട് അവർ ഫീൽ ചെയ്ത്. കാരണം ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ വിട്ട് അവിടെ പോയി ഒന്നുമില്ലാത്ത ആളുകളുണ്ട്. അവിടെ നിന്ന് വന്ന് ഇവിടെ സെറ്റിൽ ചെയ്ത കുറേ സിഖ്, ഹിന്ദുസ്, ഇവരും ഒന്നുമില്ലാതെ എല്ലാ പ്രോപ്പർട്ടിയും പോയി എല്ലാം നഷ്ടപ്പെട്ട് വന്നവരുണ്ട്. പിന്നെ ഒന്നും ഗവൺമെൻറ് അത് തിരിച്ചു കൊടുത്തില്ലയോ, അത് വേറെ അനദർ സ്റ്റോറി. പക്ഷേ ഈ നടന്നു പോകുമ്പോൾ തമ്മിൽ ഉണ്ടായ ഒരു ബന്ധങ്ങൾ വിട്ടുപോകുന്ന, ഒരു ബ്രദർഹുഡായിട്ട് ജീവിച്ചവരൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഫീലിങ്സാണ് അത് കാണിച്ചത്. അത് 2 സ്റ്റേറ്റിലും ഭയങ്കര എമോഷണലായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് കത്ത് വന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം വച്ചിൽ അതിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മളൊക്കെ മനുഷ്യന്മാരുള്ള നമ്മൾ 2 ബോർഡറിലുള്ളവർക്കും ഉണ്ടായ ഫീലിങ്സ് നമുക്ക് മനസ്സിലായി. ധാരാളം കത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇനിയും കമ്മ്യൂണൽ ഹാർമണിയായിട്ട്, പീസ് ആൻഡ് ഹാർമണിയായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനൗൺസ്മെൻറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്പെഷ്യൽ പ്രോഗ്രാമിൽ ഒരുപാട് കത്തുകൾ വന്നത്, ഇതിൻ്റെ ക്യാമറ ചെയ്ത ആളെ ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് കത്തുകൾ ഒരുപാട്. അപ്പം അത് കത്ത് വായിച്ച ഡയറക്ടർ പറഞ്ഞു, ഇത് ക്യാമറാമാൻ എപ്പോഴുമേ ബിഹൈൻഡ് ദ ക്യാമറ ആണ്, ആക്ടേഴ്സ് മാത്രമേ മുന്നിൽ വരും, സോ നമുക്ക് കാണിക്കാൻ പറ്റില്ലെന്ന് എന്ന് പറഞ്ഞിട്ട് അത് അപ്രിഷ്യേഷൻ തന്നത് ആ ക്യാമറാമാനുകൾ ഞങ്ങൾ അറിയിക്കാൻ മാത്രം പറഞ്ഞിട്ട് വിട്ടു. പിന്നെയും കത്തുകൾ ഒരുപാട് വന്നു ഈ ക്യാമറാമാനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തും. ഇതെല്ലാം വന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പോൾ ഡയറക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്ടറാണ് ഷേഖ് അബ്ദുള്ളയുടെ ഒരു മരുമന ബഷീർ അഹമ്മദ് ഭട്ട്. അപ്പോൾ അദ്ദേഹം വിളിച്ച് BA ഭട്ടിനൊക്കെ പറയുന്നു. അഴകപ്പന് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, അഴകപ്പനെ കാണിക്കണം പറഞ്ഞു, ഒരു പീസ് ക്യാമറ പറയണമെന്ന്. അങ്ങനെ തന്നെ പഞ്ചാബി ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പഞ്ചാബിലെ ഉള്ള ഓഡിയൻസിന് വേണ്ടി ഞാൻ താങ്ക്സ് പറയുന്ന എനിക്ക് ഭയങ്കര എമോഷണലായിരുന്ന ഒരു സിറ്റുവേഷനാണത്. 1984 ഗോൾഡൻ ടെമ്പിൾ ഓപ്പറേഷൻ കഴിഞ്ഞു. കുറേ പ്രോഗ്രാമൊക്കെ നമ്മൾ ചെയ്ത് കുറച്ച് പീസ്ഫുള്ളായി വന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് സ്ഥലം മാറ്റാൻ ഉള്ള ഇത് കിട്ടിയത്. അതെന്താണെങ്കിൽ ചന്ദ്രശേഖരും എൻ്റെ പേരുമാണ് മുന്നിൽ വന്നത്. ഞങ്ങൾ 2 പേരും ഗോൾഡൻ ടെമ്പിൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ പലരും പറഞ്ഞു, അഴകപ്പൻ ബി കെയർഫുൾ വെൻ യു ഗോ അറൗണ്ട്,
എന്നൊക്കെ എപ്പോൾ വാർണിംഗ് പറയാറുണ്ട്. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഗാനി ജെയിൽ സിംഗ് സാറുടെ ഒരു ഇൻ്റർവ്യൂക്ക് വേണ്ടി ഞാൻ സംസാരിച്ചപ്പം ഈ ടെലിവിഷനിൽ എൻ്റെ മുഖങ്ങളൊക്കെ വന്ന ശേഷമാണ് എന്നെ നോട്ട് ചെയ്തെന്ന് ഒരു ഐ ഡോണ്ട് നോ ഇറ്റ്സ് എ റൂമർ ഓർ ഇത് ഞങ്ങളുടെ സെക്യൂരിറ്റിയിൽ നിൽക്കുന്ന പോലീസ് എൻ്റെ അടുത്ത് പറയാം, അഴകപ്പൻ നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ അതൊക്കെ കെയർഫുള്ളായിട്ട് പോകണം, രാത്രി സമയങ്ങളിൽ വെളിയിലേക്ക് ഇറങ്ങരുത്, യു ആർ ഇൻ ദ ലിസ്റ്റ് എന്നൊക്കെ പറയാം. ലിസ്റ്റ് എന്ന് പറയുന്ന കുറേ പേർ നോട്ടഡ് ലിസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ, ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ പേരൊക്കെ ലാസ്റ്റ് റൗണ്ടായിരിക്കും, എല്ലാവരും കഴിഞ്ഞിട്ടുള്ള ഹിറ്റ് ലിസ്റ്റിലായിരിക്കും എന്ന് തമാശയും പറയാറുണ്ട്. പക്ഷേ ഈ സമയത്തിൽ ഡയറക്ടർ വിളിച്ചിട്ട് അഴകപ്പൻ ഇനി ട്രാൻസ്ഫർ എവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ പേര് ഞാൻ ഇട്ടിരിക്കുക, ഇവിടെ നിന്ന് മാറ്റാൻ എന്ത് പറ്റിയ സാറിന് ചോദിച്ചപ്പം അല്ല കുറച്ച് ദിവസം മാറി നിൽക്കാണ്ടെന്ന്. അങ്ങനെയാണ് ചെന്നൈയിലെ വേക്കൻസി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞ് ചെന്നൈ എനിക്ക് വേണ്ട, എനിക്ക് കേരളത്തിൽ പോകണമെന്ന്. അപ്പം ടെലിവിഷൻ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ട്രിവാൻഡ്രം ടെലിവിഷനിലെ വേക്കൻസി ഉണ്ടാകുന്ന ഞാൻ അന്വേഷിക്കട്ടും പറഞ്ഞിട്ട് അവിടെ കത്തെഴുതി. പിന്നെ ചന്ദ്രശേഖർക്കും എനിക്കും ഒരുമിച്ച് ഡിസംബർ മാസം 1984 തന്നെ ട്രിവാൻഡ്രം വന്നതിൻ്റെ ചൂസ് ചെയ്തതിൻ്റെ റീസണുണ്ട്. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും മലയാള സിനിമയിൽ നമ്മൾ വർക്ക് ചെയ്യണം, മലയാള സിനിമയുടെ ഭയങ്കര എന്താ പറയുക നാച്ചുറാലിറ്റി അന്ന് പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. അല്ല പർട്ടിക്കുലർലി PC ശ്രീറാം എൻ്റെ ജൂനിയറായിട്ട് 1 ഇയർ ജൂനിയറായിട്ട് പഠിച്ച PC ശ്രീറാം, പിന്നെ സാലു ജോർജ് എന്ന് പറയുന്ന സിനിമാട്ടോഗ്രാഫർ, പിന്നീട് വലിയ പടങ്ങളൊക്കെ ചെയ്ത സാലു ജോർജ്. ഞങ്ങൾ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്, നമുക്ക് മലയാള സിനിമ ചെയ്യണമെന്ന്. അപ്പോൾ ആ മോഹം വിട്ടുപോയിട്ടില്ലായിരുന്നു. പല ഇൻഡസ്ട്രിയിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയി പോയ ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ ഡയറക്ടറെ പറഞ്ഞു എനിക്ക് ട്രിവാൻഡ്രം ദൂരദർശനിൽ കിട്ടിയ നല്ലതെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു ഒരു 10 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് മെയിൽ അയച്ചപ്പം ട്രിവാൻഡ്രം ദൂരദർശൻ ക്യാമറമാൻ കുറച്ച് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, അത് ഡിസംബറിലായിരിക്കും. അങ്ങനെ ഡിസംബറിൽ എനിക്ക് ട്രിവാൻഡ്രം ദൂരദർശനിലേക്ക് ട്രാൻസ്ഫർ ആയി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ട്രിവാൻഡ്രം ദൂരദർശനിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മലയാള സിനിമ. ഒരു സിനിമ ചെയ്യണം, എനിക്ക് എത്ര സിനിമ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു സിനിമയെങ്കിലും മലയാളത്തിൽ ചെയ്യണമെന്ന് മാത്രം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ ഒരു പേര് കിട്ടണം, എനിക്ക് ഒരു നല്ല സിനിമ ചെയ്യണമെന്നും ഭയങ്കര എന്താ പറയുക ഒരു പാഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ദൂരദർശനിൽ വന്ന് ഇവിടെയും ഞാൻ ദൂരദർശനിൽ കുറേ നല്ല പ്രോഗ്രാം ചെയ്യാൻ പറ്റി. ഏറ്റവും നല്ല ഷോർട്ട് സ്റ്റോറീസ് നമ്മുടെ ശ്യാമപ്രസാദ് പറയുന്ന ഡയറക്ടർ വേനലിൻ്റെ ഒഴിവ് മാധവിക്കുട്ടിയുടെ സ്റ്റോറിയാണ് ആദ്യമായിട്ട് ദൂരദർശനിൽ ഞങ്ങൾ ചെയ്യുന്നതും അതിൽ നല്ല പേര് കിട്ടുന്നതും പ്രസ്സിലൊക്കെ ഭയങ്കര ഞങ്ങളെപ്പറ്റി എഴുതാൻ തുടങ്ങിയതും ആ വേനലിൻ്റെ ഒഴിവാണ്. ഞാനും ശ്യാമപ്രസാദും അടുത്തത് ഞങ്ങൾ ചെയ്തത് ഉയർത്തെഴുന്നേൽപ്പ്, ആൽബർട്ട് കാമുയുടെ ദി ജസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി അഡോപ്റ്റ് ചെയ്തിട്ടാണ് മലയാളത്തിൽ ചെയ്തത്. അതും കേരളത്തിലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടവും നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വർക്കായിട്ട് മാറി. എന്നെ പല സിനിമാട്ടോഗ്രാഫറും ഷാജിയൻ കരുൺ സാറ്, പിന്നെ ബോംബെയിൽ നിന്ന് ഗോവിന്ദ് ഹാലന്നി ആൻഡ് ഇവിടെ സന്തോഷ് ശിവൻ, വേണു, ഇങ്ങനെയുള്ള എല്ലാ അന്ന് ഫേമസ് ആയിരിക്കുന്ന എല്ലാ സിനിമാട്ടോഗ്രാഫറും ഡയറക്ടേഴ്സും വിളിച്ച് ഒരുപാട് അപ്രിഷ്യേഷൻ ചെയ്തപ്പം എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായി, ഐ ക്യാൻ ഡു മലയാള സിനിമ. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഇവിടെ കേരളത്തിൽ ഉറച്ചു നിൽക്കാൻ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ടെലിവിഷൻ സീരിയൽസും ഷോർട്ട് ഫിലിംസും പല ഫേമസ് ഡയറക്ടറുടെ റെക്കമെൻഡേഷനിൽ ചെയ്ത്. MT സാറുടെ കൂടെ 4 കെട്ട് ചെയ്തു. PN മേനൻ സാറുടെ കൂടെ ഒരു ലെന്തി എപ്പിസോഡ് 26 എപ്പിസോഡുള്ള ഒരു പ്രൈവറ്റ് ചാനലിന് വേണ്ടി ചെയ്തു. K. സുരേന്ദ്രൻ്റെ മരണം ദുർബലം ചെയ്ത്. ആൻഡ് തോറ്റങ്കൽ കോവിലൻ സാറുടെ പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശലകൾ, പിന്നെ SK പൊട്ടക്കാട് സാറുടെ ഒരു സ്റ്റോറി, ഇങ്ങനെ വേരുകൾ മലയാറ്റൂരിൻ്റെ, ഇങ്ങനെ പല സ്റ്റോറീസിൻ്റെ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടി.
അതിലിരുന്നാണ് വീണ്ടും സിനിമക്ക് എൻ്ററാവാൻ ഒരു എന്താ പറയുക ഒരു പാത്ത് എനിക്ക് ഉണ്ടായി. ഞാൻ പഞ്ചാബ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് വന്ന ശേഷം കുറച്ച് ദിവസം എനിക്കൊരു സ്റ്റക്കായി. കാരണം ഞാൻ അവിടെ ഒരു ലൈവ്ലി ആയിട്ട് എല്ലാ മേഖലയും ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരാളായിരുന്നു. ഇവിടെ വന്ന് സ്റ്റാർട്ടിങ് പീരീഡ് ആയതുകൊണ്ട് ഒരു ടേക്കപ്പ് ടൈം കുറച്ച് ലാഗ് അടിച്ചു. അപ്പോൾ എനിക്ക് വീണ്ടും ഇത് വന്നത് തെറ്റായിപ്പോയോ, ഇല്ല തിരിച്ച് വേറെ ഇതേ സ്റ്റേഷനിൽ പോകണോ, ഇവിടെ വർക്ക് കൊണ്ട് നടക്കുന്നില്ല എന്നൊക്കെ തോന്നിയ ഒരു ഡിസംബർ മാസവും ജാനുവരി ഫെബ്രുവരി ഇങ്ങനെ 1985 തുടക്കത്തിൽ വരെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത്. ശ്യാമപ്രസാദ്, സാജൻ, ബൈജു ചന്ദ്രൻ ഇങ്ങനെയുള്ള ആളുകളായിട്ട്, ജോൺ സാമുവൽ. അപ്പോൾ ഇവരെല്ലാവരും എനർജറ്റിക്കായിട്ട് ഈ ദൂരദർശനിൽ ഒരു ലൈവ്ലി ആക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണ് സ്പോർട്സ് ആണെങ്കിലും ശരി, ന്യൂസ് കവറേജ് പോയാലും ശരി, നാട്ടിൻപുറം സാജൻ ചെയ്തത്, ഇതെല്ലാത്തിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിച്ച ഒരു കാലമായിരുന്നു. സോ ടെലിവിഷൻ പറഞ്ഞിട്ട് നമ്മൾ ഗവൺമെൻറ് സർവൻറ്റും പറഞ്ഞിട്ട് നമ്മൾ ഒതുങ്ങിയിരുന്നത്, നമ്മൾ മാക്സിമം 24 hours സർവീസ് തന്നെ ആ ദൂരദർശനിൽ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് ഞങ്ങളുടെ വിഷ്വൽ പാറ്റേൺസൊക്കെ അവർക്കും താല്പര്യമുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ഫിലിംസ് ഡിവിഷൻ ഡോക്യുമെൻ്ററിയിലിരുന്ന് നമ്മൾ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ഓഫ് വിഷ്വൽസ് കൊണ്ടുവരണം. അപ്പോൾ ഞാനും വീണ്ടും ആ ചന്ദ്രശേഖരൻ, ഞാൻ പിന്നെ 1-2 സിനിമാറ്റോഗ്രാഫേഴ്സ്, ക്യാമറമാൻ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. പക്ഷേ അങ്ങനെ ഞങ്ങളുടെ ഒരു വിഷ്വൽ പാറ്റേൺ ഇവിടെ സിനിമയിലുള്ളവരെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം ഒരു വില്ലേജ് സബ്ജക്റ്റ് പോകണമെങ്കിലും ഞാൻ ആ സ്റ്റോറിയുടെ ബാക്ക് സ്റ്റോറിയും അതിൻ്റെ സൈഡിലുള്ള സ്റ്റോറീസ് കണ്ടെത്താൻ നോക്കും. ഫോർ എക്സാമ്പിൾ ഒരു ന്യൂസ് കവറേജ് പോയാൽ ആ ന്യൂസ് കവറേജ് ഇപ്പം പാല ഒരു സ്ഥലം അല്ലെങ്കിൽ കോട്ടയം ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ വേറെ എന്തൊക്കെ ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് എന്ന് പറഞ്ഞ് പോകുന്ന 2 ദിവസം മുമ്പേ പലയിടത്തും ഞാൻ ചോദിക്കും. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ് സ്റ്റോറീസ് ഉണ്ടാക്കാൻ നോക്കും. കുറേ മെയിനായിട്ട് പോകുന്നത് നമ്മളൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രോഗ്രാമോ എനിത്തിങ് ആയിക്കോട്ടെ, പക്ഷേ സൈഡിലുള്ള ചെറിയ സ്റ്റോറീസ് ഉണ്ടാക്കാനുണ്ട് ക്യാപ്റ്റൻ. അങ്ങനെ ഒരു ഹാബിറ്റ് എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഒരു സ്റ്റോറിക്ക് പകരം ഒരു 3 സ്റ്റോറി ചെയ്യും. അങ്ങനെ സെൽഫ് എൻഗേജ്മെൻറ്റ് ഞാൻ ചെയ്യാറുണ്ട്. ഈ സമയമാണ് കുറേ ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും ടി വിയിൽ ഒരേ ടൈപ്പ് ഓഫ് സ്റ്റോറി ചെയ്യാൻ പാടില്ല എന്നിരിക്കുമ്പോഴാണ് നാഷണൽ ലെവലിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നത്. വേൾഡ് കപ്പ് ക്രിക്കറ്റ് കവറേജ് ക്യാമറമാനെ റിക്രൂട്ട് ചെയ്യുന്ന, അത് ഇന്ത്യ തന്നെ ചെയ്യാൻ പോകുന്നത്, BBC വരുന്നില്ല എന്നൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ എനിക്ക് വീണ്ടും ആ ഒരു മേഖലയിൽ എൻ്ററാവണം. കാരണം ഞാൻ ക്രിക്കറ്റ് പ്ലേ ചെയ്യാറുണ്ട്, പക്ഷേ ഈ കവറേജ് എങ്ങനെ ചെയ്യുന്നതിനുള്ളൊരു ത്രില്ലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രെയിനിങ് ക്യാമ്പ് നടത്തി. ഒരു 100 ക്യാമറമാൻ അവർ ട്രെയിനിങ് വിളിച്ചു. അതിലൊരു ഫൈനൽ റൗണ്ടിൽ 30 പേരെ സെലക്ട് ചെയ്ത് ആൾ ഇന്ത്യ ലെവലിൽ. അതിൽ ഒരാൾ എനിക്കും കിട്ടി. ക്യാമറ നമ്പർ 1 ആണ്. എല്ലാവരും കോമ്പറ്റീഷനിലിരുന്ന ക്യാമറ ആണ്. ആകെ 3 ടീമേ ഉണ്ടായിരുന്നു, A, B, C. ഈ 3 ടീമിൽ വന്ന് എനിക്ക് B ടീമിൽ മറ്റേ ക്യാമറ നമ്പർ 1 ഓപ്പറേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ്ങിൽ പാസ്സായി. അത് 6 months ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരു BBC പ്രൊഡ്യൂസറാണ് ട്രെയിനിങ് നടത്തിയത്. 4 സ്ഥലങ്ങളിൽ ട്രെയിനിങ് നടത്തി, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മദ്രാസ്. ഈ 3 ട്രെയിനിങ്ങിൽ നമ്മൾ വിജയിച്ച 30 പേര് മാത്രം സെലക്ട് ചെയ്തിട്ട് വേൾഡ് കപ്പ്. അങ്ങനെ വേൾഡ് കപ്പ് ഒരു എക്സ്പീരിയൻസ് കിട്ടി. നമ്മൾ എല്ലാ ക്യാമറമാനും അതിൽ വന്ന ട്രെയിനിങ്ങിൽ വന്ന എല്ലാവരും വിചാരിച്ചിരുന്നത് നമ്മൾ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യണം, അതിന് ബോൾ പിടിക്കണം, ക്യാച്ച് പിടിക്കണം, അത്രമാത്രം ഈസി ആയിട്ടാണ് പോയത്. പോയ ശേഷമാണ് ആ ഫസ്റ്റ് ഡേ തന്നെ പുള്ളി 100 ക്യാമറമാനെയും വിളിച്ചിട്ട് ബാംഗ്ലൂരിലെ ഗ്രൗണ്ടിൽ ഓടാൻ പറഞ്ഞു. 4 റൗണ്ട് ഓടണം. ഓടുമ്പോൾ തന്നെ 50 പേര് ഓടിയില്ല. അപ്പം തന്നെ പുള്ളി എഴുതി വെച്ചു. ഫിസിക്കലി ഫിറ്റാണ് ആദ്യം ട്രെയിനിങ് നടത്തിയത്. ഈ ഫിസിക്കൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് മെൻ്റൽ ഫിറ്റ്നസ് പുള്ളി ഓരോ ബോൾ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മളെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വന്നിട്ട്. അപ്പോൾ ഇത് ക്യാമറമാനക്ക് ആവശ്യമില്ലയോ എന്ന് ഒരേ ചർച്ച ഉണ്ടായി. പക്ഷേ പുള്ളി പറയുന്നത് ആ മെൻ്റൽ ഫിറ്റ്നസ്സും ഫിസിക്കൽ ഫിറ്റ്നസ്സും ഉള്ളവർ മാത്രമേ വർക്ക് ചെയ്താൽ മതി എന്നുള്ള കോൺസെപ്റ്റിലാണ് പുള്ളിയുടെ സെലക്ഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്, ബാംഗ്ലൂർ ഗ്രൗണ്ടിൽ വെച്ചാണ്. 10 ദിവസം ട്രെയിനിങ്ങിൽ
ഔട്ടായി പോയവർ കുറേ പേരുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈദരാബാദ് ട്രെയിനിങ് ക്യാമ്പിൽ വന്നപ്പം 30 പേര് വന്നു. ആ 30 പേരാണ് വീണ്ടും ചെന്നൈക്ക് വന്ന് ഇതേ പ്രാക്ടീസാണ്. ഈ ബോൾ എയറിലിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറയും. അത് കറക്റ്റ് എത്ര ബോൾ നമ്മൾ മിസ് ചെയ്ത് അതൊക്കെ അക്കൗണ്ട് ചെയ്യും പുള്ളി. അത് കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് പുള്ളി അക്കൗണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ കമ്പ്യൂട്ടർ വെച്ചിട്ട് ഉള്ള ഫുൾ ഓപ്പറേഷൻ ക്രിക്കറ്റിൻ്റെ ഇത് പിണറായി റായാണ് അന്നത്തെ കമ്പ്യൂട്ടർ പുള്ളിയുടെ ടീമാണ് ആദ്യമായിട്ട് വന്നത്. ബിഫോർ സ്റ്റാർട്ടിങ് ഹിസ് NDTV അവിടെ വന്നാണ് പുള്ളിയും ഈ ട്രെയിനിങ്ങിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ. അത് വേൾഡ് കപ്പ് 3 ഫൈനൽ മാച്ച് ഞാൻ ചെയ്യാൻ പറ്റി. സെമി ഫൈനൽ വരെ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി. എനിക്ക് ഒരുപാട് ക്യാച്ച് ക്യാമറ നമ്പർ 1 എന്ന് പറയുന്നത് ഭയങ്കര റിസ്കി ക്യാമറ ആണ്. കാരണം എല്ലാം ക്ലോസപ്സിൽ ക്യാപ്ചർ ചെയ്യുന്നതാണ്. എൻ്റെ ക്യാമറ ഇരിക്കുമ്പോൾ ക്യാമറ 1 ഒന്ന് ഭയങ്കര കോൺസെൻട്രേഷൻ വേണം, ഫിസിക്കലി ഫിറ്റ്നസ് വേണം. 2 മാച്ച് കഴിഞ്ഞിട്ട് 1 ഡേ മാച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോകുമ്പോൾ 2 ഷോൾഡറും അനക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. കാരണം അത്രയ്ക്ക് ഫിസിക്കൽ വർക്കുണ്ടാവും. ഈ ക്യാമറമാനായിരിക്കും ബാറ്റ്സ്മാനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ബാറ്റ്സ്മാൻ്റെ ഫുട് വർക്ക്, ബാറ്റ്സ്മാൻ്റെ എക്സ്പ്രഷൻ, ഈ ബാറ്റ്സ്മാൻ അടിക്കുമ്പോൾ ബാറ്റ്സ്മാൻ്റെ ഫുൾ ഫ്രെയിം മാത്രമേ, വൈഡ് ഫ്രെയിം അല്ല, ടെലിയിൽ ക്യാപ്ചർ ചെയ്യണം. എല്ലാം ടെലി ക്യാമറയാണ്. ആ ടെലിയിൽ വന്നിട്ട് ഫുൾ ഫ്രെയിമിൽ ബാറ്റ്സ്മാനെ ക്യാപ്ചർ ചെയ്ത് ആ ബോൾ അടിക്കുമ്പോൾ ബോൾ അത് 1 സെക്കൻഡ് ഡെഫിനറ്റ്ലി എന്തടിച്ചാലും ക്യാപ്ചർ ചെയ്താലും മിസ്സായി പോകും. അപ്പോൾ ആ മിസ്സായി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മിസ്സായിട്ട് അത് റീക്യാപ്ചറിങ് ഈ ബോളെ ഫോളോ ചെയ്ത് പിടിക്കുന്നതാണ്. ഒരു എക്സ്പേർട്ട് ട്രെയിനിങ് ആയിരുന്നു. അത് അവർ തന്നെ പഠിപ്പിച്ചിരുന്നത് ഹൗ ടു ക്യാച്ച് ദ ബോൾ ഇൻ ടെലി ക്യാമറാസ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ട്രെയിനിങ് ആയിരുന്നു. ആ ട്രെയിനിങ് ചെയ്ത 6 പേരാണ് മൊത്തത്തിൽ സക്സസ് ആയത്. 6 പേരിൽ ഞാൻ ഒരുത്തൻ. അല്ല, ഒരു ക്യാമറയ്ക്ക് 2 പേരെ വെച്ച് ഞാൻ ടയർഡാകുമ്പോൾ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ടയർഡാകുമ്പോൾ മാറി എനിക്ക്. അത് ഭയങ്കര റിസ്കി ക്യാമറ ആയിരുന്നതുകൊണ്ട് കോൺസെൻട്രേഷൻ ഫുൾ ടൈം അതിൽ കോൺസെൻട്രേഷൻ വേണമായിരുന്നു. 1 മിനിറ്റ് പോലും നമുക്ക് വേറെ ഒന്നും തിങ്ക് ചെയ്യാൻ പറ്റില്ല. മാച്ച് എന്ത് നടക്കുന്നത്, ആര് ജയിച്ചു പോലും നമുക്ക് ലാസ്റ്റ് ഈ മാച്ച് കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റും. കാരണം അത്ര എമോഷണലായിട്ട് നമ്മളതിൽ ഇൻവോൾവ് ആയിപ്പോവും. സോ ടെലിയിൽ നമ്മൾ എയറിൽ പോകുന്ന ബോളൊക്കെ വളരെ ടെലിയിൽ ഫോളോ ചെയ്യാൻ പറഞ്ഞത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഇപ്പോൾ എനിക്ക് വീണ്ടും ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. അത് ആൻസറില്ല. ട്രെയിനിങ് വീണ്ടും ചെയ്താലേ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഓഫർ വന്നത് വേൾഡ് കപ്പ് ടേബിൾ ടെന്നീസ്, ഡൽഹിയിൽ നടന്ന വേൾഡ് കപ്പ് ടേബിൾ ടെന്നീസിൻ്റെ ക്യാമറമാനായിട്ട്. അപ്പോൾ ടോട്ടലി ഞാൻ എൻ്റെ ന്യൂസ് കവറേജ്, സ്പോർട്സ്, പിന്നെ കറണ്ട് അഫെയർസ്, പിന്നെ ഫിക്ഷൻ, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ഞാൻ എല്ലാത്തിലും പോകുമ്പോൾ അതിൻ്റെ ഒരു പേഴ്സണൽ ട്രെയിനിങ് എടുക്കും, സെൽഫ് ട്രെയിനിങ് എടുക്കും. ഇല്ലെങ്കിൽ ഡെഫിനറ്റ് അത് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ക്യാമറമാൻ, എനിക്കെല്ലാം പറ്റുമെന്ന് പറഞ്ഞു. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. അത് ഫിക്ഷൻ ചെയ്യുമ്പോൾ നോൺ ഫിക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേരിയേഷനാണ് ഈ സ്പോർട്സിലിരുന്ന് ഇത് പോകുമ്പോൾ. ഞാൻ ഫെയിലുവറായ ഒരേ ഒരു പ്ലേസ് എന്താണെങ്കിൽ വൈൽഡ് ലൈഫ്. 2-3 പ്രാവശ്യം ഞാൻ പോയി വൈൽഡ് ലൈഫ് ട്രൈ ചെയ്തിട്ടുണ്ട്. കാട്ടിൻ്റെ ഉള്ളിൽ തനിച്ച് കിടന്നിട്ടുണ്ട്. ടൈഗർ പ്രോജക്റ്റിൽ പോയിട്ടുണ്ട്. ലാസ്റ്റിൽ 1 ഡേ മാത്രം ടൈഗറെ കിട്ടിയായിരുന്നു. പിന്നെ വരയാടെ പറ്റി ഒരു ഫിലിം ചെയ്തു. അത് ഓക്കെ, അത് ഇറ്റ് വാസ് ഓക്കെ, ഐ അച്ചീവ്ഡ് സംതിങ്. ബട്ട് എന്നാലും വൈൽഡ് ലൈഫിൽ എനിക്ക് എൻ്റെ വർക്ക് എനിക്ക് ഹാപ്പി ആയില്ല. കാരണം ഐ വാസ് നോട്ട് ഫിറ്റ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് വൈൽഡ് ലൈഫ് പിന്നെ കോൺസെൻട്രേറ്റ്. സ്പോർട്സ് ഡെഫിനറ്റ്ലി സ്പോർട്സ് ക്യാമറമാൻ്റെ ജോൺ സാമുവലിൻ്റെ കൂടെ ഒരുപാട് കാർ റേസിങ് ആൻഡ് എവിടെ സ്പോർട്സ് കവറേജ് ഉണ്ടെങ്കിലും പോവും. അപ്പോൾ എൻ്റെ ഡയറക്ടർ തന്നെ, ഇവിടെ നിന്ന് ഡയറക്ടർ തന്നെ കുഞ്ഞുകൃഷ്ണ സാർ പറഞ്ഞിട്ടുണ്ട്, ഈ മൾട്ടി പേഴ്സണാലിറ്റി ക്യാമറമാൻ അയച്ചേക്കെന്നൊക്കെ പറയും. കാരണം ഇന്ന് ന്യൂസ് ആണെങ്കിൽ നാളെ സ്പോർട്സ് ആയിരിക്കും, മറ്റന്നാൾ ഫിക്ഷനായിരിക്കും. സോ ഐ ട്രാൻസ്ഫർ മൈസെൽഫ് ടു അനദർ ഇത്. സിനിമ ക്യാമറമാനായിട്ട് ജനിച്ചതുകൊണ്ട് എല്ലാ വിഷ്വലിനും ഇൻവോൾവ് ആവണമെന്ന് താല്പര്യമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഗോൾഡൻ ടെമ്പിൾ പോയതിലിരുന്ന് നേരെ ഓപ്പോസിറ്റാണ് വേൾഡ് കപ്പ്. ബട്ട് രണ്ടും ത്രില്ലാണ്. ദ ത്രിൽ, ദ പാഷൻ എനിക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പിന്നെ തേഴ്സ്റ്റ്, ദാഹമാണ്. എപ്പോൾ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ജലസ് ഉണ്ടാവും. ജലസ് എന്താണെങ്കിൽ നല്ല വർക്ക് ചെയ്യുന്നവരെ കണ്ട ജലസ്. നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അഴകപ്പൻ
ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി താഴെ വന്ന് പ്രോട്ടോക്കോൾ ബ്രേക്ക് ചെയ്തിട്ട് താഴത്തെ ഫ്ലോറിൽ വന്നിട്ട് എൻ്റെ സീറ്റിൻ്റെ അടുത്ത് വന്നിട്ട് 3 പേര് നിൽക്കുകയാണ്. എനിക്കറിയില്ല, ഞാൻ നല്ല ഉറക്കമാണ്. അഴകപ്പൻ എന്ന് 2 വോയിസ് കേട്ട്. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഡ്രീമാണ്, ഞാൻ എവിടെ ഇരിക്കുകയാണ്, ഫ്ലൈറ്റിൽ നിന്ന് ഒന്നും ഓർമ്മയില്ല. ഞാൻ ഉറക്കത്തിൽ എന്തോന്ന് ചോദിച്ചിട്ട് വാട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ പ്രസിഡൻറ്റ് എൻ്റെ മുമ്പിൽ നിൽക്കുക. ഞാൻ 2 കൈ എടുത്ത് തൊഴുതിട്ട് അങ്ങനെ ഷോക്കിൽ എണീറ്റ് പോയി. ഇങ്ങനെ നിൽക്കുക. പിന്നെ എനിക്ക് വാക്കുകളില്ല.